സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാര്, കൂട്ടുകാര്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പൂരിട്ടാതി നക്ഷത്ര ജാതകരുടെ ശനി മാറ്റത്തെ പറ്റിയാണ്. ഇവർക്ക് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് കുംഭക്കൂറുകാർക്ക് സ്വക്ഷേത്രത്തിലും മീനക്കൂറുകാർക്ക് 12-ലും ആകുന്നു. അപ്പോൾ എന്താണ് മീനക്കൂറ്, കുംഭക്കൂറ്? ആദ്യം ജനിക്കുന്ന പാതിഭാഗത്തിൽ ശേഷമുള്ളവർക്ക് കുംഭക്കൂറും അവസാനത്തെ രാശിയിൽ ജനിക്കുന്നവർ മീനക്കൂറുമാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. പൂരിട്ടാതി എന്ന് നോക്കുമ്പോൾ 2 കൂറുകൾ ഉണ്ട്. അവസാനത്തെ ഭാഗം വരുന്നത് മീനക്കൂറും തുടക്കവും മധ്യവും വരുന്നത് കുംഭക്കൂറുമാണ്. ഇവർ പൊതുവെ സത്യസന്ധന്മാരും ത്യാഗ മനസ്സുള്ളവരും ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ പോകുന്നവരുമാകുന്നു. ഇവർക്ക് പൊതുവെ എവിടെയും തല നിവർന്നു നിൽക്കുവാനുള്ള യോഗം ഭഗവാൻ ജന്മനാൽ കൊടുത്തിട്ടുണ്ട്. ഇവർ എല്ലാ ഫീൽഡിലും വിജയിച്ചു വരുന്നതായാണ് കാണാറുള്ളത്. പൂരിട്ടാതി സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവർക്കെല്ലാം ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ ചുമതലയോടുകൂടിയും ത്യാഗ മനസ്സോടുകൂടിയും നടത്തി അവർ മേലധികാരികളിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ പ്രശസ്തി, അംഗീകാരം എന്നിവ നേടുന്നവരാണ്. സംഘടനാ ലെവലിലായിരുന്നാലും ഇവർ പ്രത്യേകം ശ്രദ്ധ കൊണ്ട് മിടുക്കന്മാരായി കാണുന്നത് പതിവാണ്. സ്ത്രീ പുരുഷ ഭേദം തന്നെയാണ് ഈ പറയുന്നത്. 2 കൂറുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കുംഭക്കൂറും മീനക്കൂറും. ആദ്യ ഭാഗങ്ങളിൽ ജനിക്കുന്നവര് കുംഭക്കൂറും രണ്ടാമത്തെ ഭാഗത്തിന് ശേഷം ജനിക്കുന്നവർ മീനക്കൂറുമാണ്. ഓരോരുത്തർ ചോദിക്കും എന്താണ് കൂറെന്ന്. കൂറെന്ന് വെച്ചാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ അടിസ്ഥാനമാക്കി ആചാര്യൻ പറഞ്ഞിട്ടുള്ളതാണ്. ദൈവം ഒരു കർമ്മം തന്നിട്ടുണ്ട്. ആ കർമ്മത്തിനനുസരിച്ചാണ് നാം ജീവിക്കുന്നത്. അതായത് ഈ ഗ്രഹമാറ്റം നമ്മുടെ ജീവിതത്തെ ധാരാളം മാറ്റങ്ങളിലേക്ക് ചെന്ന് എത്തിക്കുന്നു. അതായത് ലോകത്ത് ഭൂമിക്കും മനുഷ്യനും മൃഗങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും ദൈവത്തിന് പോലും സമയദോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഈ 27 നക്ഷത്ര ജാതകർക്കും അതാത് കാലഘട്ടങ്ങളിൽ ശനിയുടെ മാറ്റവും ബുധന്റെ മാറ്റവും വ്യാഴന്റെ മാറ്റവും ശുക്രന്റെ മാറ്റവും ചൊവ്വയുടെ മാറ്റവും രാഹുകേതുക്കളുടെ മാറ്റവും മാറി മാറി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങളെ ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിക്ക് ആളുകൾ പറയാറുള്ളത്. ദശ വേറെ, അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ കുംഭക്കൂറുകാർക്ക് ശനി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. വ്യാഴൻ 4 ശുഭസ്ഥാനത്ത് നിൽക്കുന്നു. വലിയ ദോഷങ്ങൾ ഉണ്ടാകുകയില്ല. എങ്കിലും ഒരു മന്ദത എപ്പോഴും ഇവർക്ക് പിന്തുടർന്നുകൊണ്ടിരിക്കും. വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങുക, നമ്മളെ ഒരു കാര്യത്തിന് ഏൽപ്പിച്ചാൽ പതുക്കെ പോവുക, അതുപോലെ തന്നെ ബന്ധുക്കളുമായി ഉള്ള അടുപ്പങ്ങൾക്ക് അകൽച്ച വരിക, സ്നേഹിതരുമായുള്ള ബന്ധത്തിന് അല്പ കോട്ടങ്ങൾ വരിക, ഇതെല്ലാം. അതുപോലെ ചിലർക്ക് ധനനഷ്ടം കൊടുന്നതിനെ വന്നു ചേരുക, ഭൂമി സംബന്ധമായ ചില അരിഷ്ടതകൾ ഉണ്ടാകുക, ഇതെല്ലാം ഈ 7.5 ശനിയുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടാകും. ഇവർക്ക് ജന്മശനിയുടെ കാലമാണ് കുംഭക്കൂറുകാർക്ക്. എന്നാൽ മീനക്കൂറുകാർക്ക് കൂറിന്റെ 12-ൽ ശനി സഞ്ചരിക്കുന്നു. അപ്പോൾ 7.5 ശനിയുടെ തുടക്കമായിട്ട് തന്നെ 1.5 കൊല്ലമായി. കുംഭക്കൂറുകാർക്ക് കൂറിൽ തന്നെ സഞ്ചരിക്കുന്നു, അതും ജന്മത്തിൽ. ഇങ്ങനെ ശനി ഇവർക്ക്
ബന്ധപ്പെട്ട് നിൽക്കുന്നു. ശനിയുടെ തുടക്കത്തിൽ ചിലവർക്ക് അല്പ സാമ്പത്തിക, മാനസിക, ശാരീരിക രോഗപീഠകൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് ശാസ്താവിൻ്റെയും ഗുരുവിൻ്റെയും മാതാപിതാ ദൈവം എന്നല്ലേ പറയുന്നത്, അവരുടെ എല്ലാ അനുഗ്രഹം കൊണ്ട് ഇവർക്ക് ശുഭമായ കാര്യങ്ങൾ ഉണ്ടായി വരും. പൊതുവെ പൂരിട്ടാതി നക്ഷത്രജാതകർ ജനിക്കുന്നത് വേഴദശയിലാണ്. ആദ്യത്തെ പാദങ്ങളിൽ ജനിക്കുന്നവർക്ക് വേഴൻ ഏതാണ്ട് 10 കൊല്ലം വരെ കിട്ടും. അടുത്ത പാദത്തിൽ, അതായത് മീനക്കൂറിൽ ജനിക്കുന്നവർക്ക് വേഴൻ ഏതാണ്ട് 6 കൊല്ലം വരെ നിൽക്കും. പൊതുവെ വേഴൻ 16 കൊല്ലമാണല്ലോ. അപ്പോൾ ഈ ആദ്യത്തെ കൂറിൽ ജനിക്കുന്നവർക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ശനി ബന്ധമുള്ളത് കൊണ്ട് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇപ്പോൾ അവർക്ക് വേഴന്റെ അനുകൂല സ്ഥിതി വന്നതുകൊണ്ട് കാലത്തിന് വളരെ അനുകൂലമായ ഘട്ടമാകുന്നു. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ പ്രോത്സാഹനം കൊടുത്ത് നല്ല ഗുരുക്കൾ വഴി പഠിപ്പിച്ച് അവരുടെ വിദ്യയ്ക്ക് ഉയർത്തുവാനും, അതുപോലെ തന്നെ പ്രായമായവർക്ക് ഏതാണ്ട് ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് കൊടുന്നനവ് ഏതെങ്കിലും രീതിയിലുള്ള ഉദ്യോഗം ലഭിക്കുവാനും മാനസികമായും ശാരീരികമായും ഉല്ലാസം ലഭിക്കുവാനുമുള്ള സമയമാണ്. മീനക്കൂറുകാർക്ക് ഇത് പൊതുവെ ജന്മശനി ഉള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഇത്തിരി തടസ്സം ആദ്യം അനുഭവിക്കും. എങ്കിലും ഭഗവാന്റെയും ശനീശ്വരന്റെയും സഹായത്താൽ അവർക്ക് കാര്യങ്ങൾ പിന്നീട് നന്നായി പോരും. പൊതുവെ ശനി മന്ദഗതിയിൽ നിന്ന ഈ അവസ്ഥകൾ കഴിഞ്ഞ 1.5 കൊല്ലം വരെ അനുഭവിച്ചതിൽ നിന്ന് കുറച്ചുകൂടെ മാറ്റം ഇവർക്ക് ഉണ്ടാകാൻ പോവുകയാണ്. അതായത് ഗൃഹനിർമ്മാണം, പുതിയ തൊഴിൽ ലഭിക്കുക, വിവാഹപ്രായമായവർക്ക് വിവാഹത്തിനുള്ള നിശ്ചയങ്ങൾ നടത്തിവെക്കുക. നടക്കുമെന്ന് പറയുന്നില്ല, ചില മുടങ്ങിയ പല കാര്യങ്ങളും വീണ്ടും ഈശ്വരാനുഗ്രഹത്താൽ മുന്നോട്ട് പോവുക, മുടങ്ങിയ ലോണ് അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ചില സർക്കാർ ജീവനക്കാർക്ക് ചില ജോലികളിൽ തടസ്സം, അവയെല്ലാം ഇനി മുതൽ ഇവർക്ക് അനുകൂലമായി വന്നു ചേരും. പൊതുവെ ഇവർ ഭക്തന്മാരാണെന്ന് പറഞ്ഞല്ലോ. ഇവർ ജനിക്കുന്നത് വേഴദശയിലാണ്. വേഴദശ ഏതാണ്ട് ആദ്യത്തെ കൂറുകാർക്ക് ഒരു 10 കൊല്ലം കിട്ടും. രണ്ടാമത്തെ കൂറുകാർക്ക് 4-5 വർഷം കിട്ടും. അത് കഴിഞ്ഞ് വരുന്നത് ശനി ദശയാണ്. ശനി 19 കൊല്ലമാണ്. ശനിയിൽ ഇവർക്ക് പഠനവും പഠന സാമർഥ്യവും പഠനബലവും 24-25 പൊതുവെ സ്ത്രീകൾക്ക് വിവാഹത്തിന് ഏറ്റവും ഉത്തമപ്പെട്ട കാലമാകുന്നു. അതുപോലെ തന്നെ അതേ തുടർന്ന് ഉദ്യോഗം, എന്തെങ്കിലും സാങ്കേതിക പഠനങ്ങൾ എന്നിവയെല്ലാം ഇവർക്ക് നടത്താൻ ദശയുടെ അന്ത്യത്തിൽ സന്താന യോഗങ്ങളും അനുഭവമാകുന്നു. അത് കഴിഞ്ഞാൽ വരുന്നത് ബുധദശയാണ്. ബുധദശ പൊതുവെ ഇവർക്ക് നന്നായിരിക്കും. 27-28 ശേഷം മിക്കവാറും ബുധദശയായിരിക്കും. ഈ ബുധദശയിൽ ഇവർക്ക് പുതിയ ഉദ്യോഗം ലഭിക്കുകയും പ്രൊമോഷൻ, അതുപോലെ ബാങ്കിങ്, ടെക്നോളജി, പൊതുജന പ്രവർത്തനം, അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷൻ, അതായത് ഫാർമസി, നേഴ്സിംഗ്, അതുപോലെയുള്ള തൊഴിലുകളും, പിന്നെ എഞ്ചിനീയറിംഗ് സംബന്ധിച്ചുള്ള, അതായത് ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ മോഡേൺ ടെക്നോളജിയിൽ നല്ല ജോലി ലഭിക്കുകയും ഈ മുടങ്ങിക്കിടന്ന വിദ്യകൾ പഠിക്കുവാനും ഉള്ള ഭാഗ്യവും യോഗവും ഇവർക്ക് ലഭിക്കുകയും സന്താനലബ്ധി, സന്താനങ്ങൾക്ക് ഭാഗ്യൈശ്വര്യങ്ങൾ, ചിലപ്പോൾ 28-27 വയസ്സിൽ വിവാഹം നടക്കാത്തവർക്ക് ഈ ദശയുടെ തുടക്കത്തിൽ, അതായത് ബുധദശയുടെ തുടക്കത്തിൽ സന്താനം ഉണ്ടാകുകയും ഉന്നത ഗൃഹം നിർമ്മാണം ചെയ്യുകയും വാഹനം, ദ്രവ്യ സാധനങ്ങൾ വാങ്ങുവാനും മറ്റും അവസരം, അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്ക് ഇവരെ കൊണ്ട്
നേട്ടവും സഹായവും ഭാഗ്യവും തീർമാക സൗഭാഗ്യങ്ങളും ഈ ദശയിൽ അവർക്ക് അനുഭവമാകുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ കേതു 7 കൊല്ലം, കേതുദശയിൽ മധ്യമ ഭാഗ്യങ്ങളും. അത് കഴിഞ്ഞാൽ ശുക്രദശ 20 കൊല്ലം. ശുക്രദശ ഇവർക്ക് പൊതുവെ നല്ല അവസരങ്ങളെ ഉണ്ടാകും. പുത്രപൗത്രാദി സൗഖ്യം, സന്താനങ്ങൾക്ക് പഠനപുഷ്ടി, സന്താനങ്ങളെ കൊണ്ട് നേട്ടം, സന്താനങ്ങൾക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾ. അത് കഴിഞ്ഞാൽ ആദ്യത്തെ ദശ 6 കൊല്ലം ഇവർക്ക് അനുകൂലമായിരിക്കും. പിന്നെ ചന്ദ്രദശയിൽ സുഖദുഃഖ സമ്മിശ്ര ഫലങ്ങളും അനുഭവം. പിന്നെ ചൊവ്വാദശ. അങ്ങനെ ദശാനാഥന്മാർ പോകുന്നു. ഇവർക്ക് നല്ല അനുഭവങ്ങൾക്ക് വേണ്ടി വേഴദശയിൽ ജനിച്ചതുകൊണ്ട് വിഷ്ണുവിന് മാസം തോറും പാൽപായസവും, അടുത്ത് വരുന്ന ശനിദശയ്ക്ക് കാസാവിന് നീലാഞ്ജനവും, അത് കഴിഞ്ഞ് വരുന്ന ബുധദശയ്ക്ക് ഹനുമാന് വടമാലയും ദേവീക്ഷേത്ര ദർശനവും, അത് കഴിഞ്ഞ് വരുന്ന കേതുദശയിൽ സർപ്പത്തിന് ആരാധനയും ഗണപതി പൂജയും, അത് കഴിഞ്ഞ് വരുന്ന ശുക്രദശയിൽ ദേവീ പൂജ, ശിവപൂജ, വിഷ്ണുപൂജ എന്നിവ നടത്തുകയും, പിന്നെ ആദിത്യന് വേണ്ടി സൂര്യ നമസ്കാരം, സൂര്യ ഭഗവാന് വേണ്ടി ഉള്ള പൂജകൾ, അതായത് ശിവക്ഷേത്രത്തിൽ ജലധാര, മൃത്യുഞ്ജയാർച്ചന എന്നിവ നടത്തുക. പിന്നെ ചന്ദ്രദശയ്ക്ക് ദേവീ പൂജ എന്നിവ നടത്തിക്കൊള്ളേണ്ടതാകുന്നു. പൊതുവെ ഇവരുടെ ഏഴര ശനി, അതായത് ജന്മശനി ഒക്കെ നടക്കുന്ന കാലഘട്ടമാണെങ്കിലും ശനീശ്വരനെ നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും മാറി സൽ അനുഭവം ഉണ്ടാകുമെന്ന് ശനീശ്വര സഹായത്താൽ നമുക്ക് പ്രവചിക്കാം. ഉരുട്ടാതി നക്ഷത്ര ജാതകർക്ക് എല്ലാ ഉത്തമ ഫലങ്ങളും വരട്ടെ എന്ന് ദേവീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് മലയൻകീഴ് പുരുഷോത്തമൻ.